ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലം 4-ാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇടയൻ എന്ന നിലയിൽ യേശുവിനെ കുറിച്ചുള്ള ചിത്രം നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ മനുഷ്യപുത്രൻ തന്നെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയത് എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണെന്ന് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. അതുകൊണ്ട് ഇടയന്മാരുടെ ചിത്രത്തിലേക്ക് നമുക്കല്പം ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇടയൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും. എന്നാൽ പഴയ നിയമത്തിൽ ഒരു ഇടയൻ എന്നാൽ തൻ്റെ ജീവിതം മുഴുവൻ ആടുകൾക്കായി സമർപ്പിച്ച ഒരാളാണ്. ആടുകളെ പരിപാലിക്കുകയും വളർത്തുകയും സ്നേഹിക്കുകയും സുഖപ്പെടുത്തുകയും എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ. യഥാർത്ഥ ഇടയൻ അത്തരക്കാരായിരുന്നു. യഹൂദ ജനതയ്ക്ക് ഇടയന്മാരോട് ഇത്രയേറെ സ്നേഹം തോന്നാനും അവരെ തങ്ങളുടെ പ്രതീകങ്ങളായി കാണാനും ഒരു കാരണമുണ്ട്. ദൈവം തന്നെയാണ് തങ്ങളുടെ ഇടയനെന്ന് അവർ വിശ്വസിച്ചു. പഴയ നിയമത്തിൽ യഹോവ എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നു, ഇടയന്മാരെ, എനിക്ക് നിങ്ങളെ മടുത്തു. ഞാൻ എൻ്റെ ആടുകളെ സ്വയം മേയ്ക്കും. കാരണം നിങ്ങൾ അവരെ അവഗണിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഒരു ഇടയനെ അയക്കും. അവൻ സാക്ഷാൽ ദൈവമായിരിക്കും. യഹൂദ ജനതയുടെ പിതാവായ അബ്രഹാം ഒരു ഇടയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും പുത്രനും അങ്ങനെ എല്ലാവരും ഇടയന്മാരായിരുന്നു. അതിനാൽ ഇടയൻ എന്ന സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തിന് മുന്നിൽ നിൽക്കുകയും ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശു പറയുകയും ചെയ്തപ്പോൾ ഈ സങ്കല്പത്തിന് പുതിയൊരു അർത്ഥതലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഞാൻ ഇടയനാകുന്നു, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു, ഞാൻ അവയെയും അറിയുന്നു, ഞാൻ എൻ്റെ ആടുകൾക്ക് ജീവൻ നൽകുന്നു. ഇത്തരമൊരു സഹായം നമുക്ക് എന്തുകൊണ്ട് ആവശ്യമാണ്? ജോൺ ഷിയ എന്ന ദൈവശാസ്ത്രജ്ഞൻ തൻ്റെ അമ്മാവൻ്റെ ശവസംസ്കാരത്തിന് അമ്മയും കൊണ്ട് പോവുകയായിരുന്നു. യാത്രയിലുടനീളം അമ്മ വളരെ നിശബ്ദയായിരുന്നു. സാധാരണയായി ധാരാളം സംസാരിക്കുന്ന ആളാണ് അമ്മ. എന്നാൽ അന്ന് അവർ ഒന്നും മിണ്ടിയില്ല. ജോൺ വിചാരിച്ചത് അമ്മാവൻ്റെ മരണത്തിലുള്ള സങ്കടം കൊണ്ടാവാം എന്നാണ്. കാരണം സ്വന്തം മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും നാത്തൂൻ്റെയും മരണശേഷം ഇത് വലിയ നഷ്ടമായിരുന്നു. പെട്ടെന്ന് അമ്മ സംസാരിക്കാൻ തുടങ്ങി. ഇനി എനിക്ക് ഭയമില്ല, ഇനി എനിക്ക് ഒന്നിനെയും ഭയമില്ല എന്നവർ പറഞ്ഞു. അമ്മയുടെ ആ മാറ്റം ജോൺ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതിനുശേഷം അവർ ഒരു പുതിയ മനുഷ്യയായി മാറി. അവർ പഴയ സുഹൃത്തുക്കളെ തേടിപ്പോയി, മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി, ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കുചേർന്നു. എപ്പോഴും സന്തോഷവതിയും പ്രസന്നവതിയുമായിരുന്നു. 10-15 വർഷത്തിന് ശേഷം ഒരാൾ ജോണിനോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മ എങ്ങനെയായിരിക്കുന്നു? ജോൺ പറഞ്ഞു, എനിക്ക് 2 അമ്മമാരുണ്ട്. ഒന്ന് ന്യൂയോർക്കിൽ ജനിച്ച അമ്മ, രണ്ടാമത്തേത് ശവസംസ്കാരത്തിന് പോകുന്ന വഴിക്ക് ജനിച്ച അമ്മ. ആ അമ്മ നല്ല ഇടയനെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. ഭയത്തിൻ്റെ സ്ഥാനത്ത് വലിയൊരു ധൈര്യം അവർക്ക് ലഭിച്ചു. തനിക്ക് ഒന്നിനെയും പേടിക്കാനില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്കായി ജീവൻ നൽകുന്നു എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അതുപോലെ തൻ്റെ ബാക്കി ജീവിതം സമൂഹത്തിനായി സമർപ്പിക്കാനും അവർ തീരുമാനിച്ചു. പഴയ കാലത്തെ യഹൂദ ഇടയന്മാർ വിദ്യാഭ്യാസമില്ലാത്തവരും സമൂഹത്തിൽ തഴയപ്പെട്ടിട്ടുള്ളവരുമായിരുന്നു. അവർ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരായിരുന്നു.
രാത്രിയിൽ ആടുകളെ സംരക്ഷിക്കാൻ അവർ കല്ലുകൊണ്ട് ചെറിയൊരു താവളം ഉണ്ടാക്കുമായിരുന്നു. അതിനൊരു കവാടം ഉണ്ടായിരുന്നു. അത് ഇരുമ്പ് വാതിലായിരുന്നില്ല. കല്ലുകൾക്കിടയിലൂടെ ചെറിയൊരു വിടവ് മാത്രമായിരുന്നു. രാത്രിയിൽ ആടുകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ ഇടയൻ തന്നെ ആ വിടവിൽ കിടക്കുമായിരുന്നു. ആടുകൾ അകത്തേക്ക് കടക്കുന്നത് വഴിയും വന്യമൃഗങ്ങൾ ആടുകളെ ആക്രമിക്കാൻ ഇടയന്റെ ശരീരത്തിന് മുകളിലൂടെ കടക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. അത്രയും ധീരനായിരുന്നു ഇടയൻ. ദാവീദ് രാജാവ് ഗോലിയാത്തിനെ നേരിടാൻ പോയപ്പോൾ പറഞ്ഞത്, താൻ ഇടയനായിരുന്നപ്പോൾ സിംഹങ്ങളിൽ നിന്നും കരടികളിൽ നിന്നും തൻ്റെ ആടുകളെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. യേശു ഞാൻ വാതിലാകുന്നു എന്ന് പറയുമ്പോൾ അവൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നവനും സംരക്ഷിക്കുന്നവനും അവർക്കായി ജീവൻ നൽകുന്നവനുമാണെന്ന് ഉറപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ, ദൈവം നമുക്ക് നൽകുന്ന ജീവനെ സംരക്ഷിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, നമ്മൾ യേശുവിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എമാവൂസിലെ ശിഷ്യന്മാരെ പോലെ അന്യരെ സൽക്കരിക്കണം. അപ്പം മുറിക്കുമ്പോൾ യേശുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അന്യരെയും സഹോദരങ്ങളെയും സ്നേഹിച്ചും അപ്പവും സ്നേഹവും പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ആ നല്ല ഇടയനെ കണ്ടെത്തും. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.